തദംശ്വംശൗ വരണിയോ ജ്യോതിഷ്കുംഭസ്യ ധീമഹി ഘൃതം ഭവ്യം ഹി ഭാവയ ഓം ഗായത്രീ ദിവ്യൈ നമഃ. പിന്നിൽ നിന്നു മണ്ണിതിൽ പിറന്ന പുണ്യ തേജസ്സേ ചോറ്റാനി. ഇവിടെ ക്ഷേത്രങ്ങളും പള്ളികളും എല്ലാം പൊങ്കാലയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഗൈസ്. എല്ലായിടത്തും പൊങ്കാലക്കാലങ്ങളും നിരന്നിരിക്കുകയാണ്. ഒരു സ്ഥലം പോലുമില്ല. ഞാനിങ്ങനെ ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ എല്ലായിടും ശ്രദ്ധിച്ചു, ഒരു സ്ഥലം പോലുമില്ല. ചെറിയൊരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു അടുപ്പ് വയ്ക്കുകയാണ്. അത്രയ്ക്ക് തിരക്കാണ്. മതസൗഹാർദ്ദത്തിൻ്റെ പല കാഴ്ചകളും നമുക്കിവിടെ കാണാൻ പറ്റും. ഈ പള്ളിയും അമ്പലവും ഒരു മതിലിൻ്റെ അപ്പുറം ഇപ്പുറം ആണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. തിരുവനന്തപുരത്തിന് ആറ്റുകാൽ പൊങ്കാലയായിട്ട് ബന്ധപ്പെട്ട് വേറൊരു വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാഴ്ച നമുക്ക് നൽകാൻ സാധിക്കും കേട്ടോ. ഇത് വർഷങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. തിരുവനന്തപുരത്ത് വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം. മണക്കാട് ഇസ്ലാം പള്ളി, പാളയത്ത് ഇസ്ലാം പള്ളി, അതോടൊപ്പം തന്നെ അപ്പുറത്തെ ക്രിസ്ത്യൻ പള്ളി, ഇത്രയും ആരാധനാലയങ്ങൾ കൈമെയ് മറന്നാണ് ആറ്റുകാൽ പൊങ്കാലക്കാരെ സഹായിക്കുന്നതും പള്ളി തന്നെ തുറന്നിട്ട് കൊടുക്കുന്നത്. അവിടെ എന്ത് ആവശ്യത്തിനും പള്ളിക്കകത്ത് കയറി പോകാം, ഒരു തടസ്സവുമില്ല. വേറെ ഒരിടത്തും കാണാൻ പറ്റാത്തൊരു വലിയൊരു കാഴ്ചയാണത്. അത് ഇവിടുത്തെ മാത്രം പ്രത്യേകത ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സിറ്റിയിലെല്ലായിടവും നല്ല തിരക്കാണ് കേട്ടോ. ഒരിടത്തും ഒരു തിരക്കിനൊരു കുറവില്ല. കച്ചവടങ്ങളൊക്കെ പൊടിക്കുകയാണ്. കല്ലും കലവും എല്ലാം അവിടെ ആയിട്ട് നിരന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. വളരെയധികം സന്തോഷം നൽകുന്ന കാഴ്ചകളാണ് എങ്ങും കാണുന്നത്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തിരുവനന്തപുരത്ത് ഭക്തജനങ്ങൾ വരുന്ന സമയത്തെ ഇവിടെ ജാതിയോ മതമോ ഒന്നും നോക്കി അല്ല ആൾക്കാർ സഹായിക്കുന്നത് കേട്ടോ. എല്ലാ ആൾക്കാരും മനസ്സറിഞ്ഞ് സഹായിക്കാൻ മുന്നിട്ടിറങ്ങും. എവിടെ ചെന്ന് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും കിട്ടും. നിങ്ങളെ കയ്യിൽ പൈസ ഇല്ല, കുറച്ച് സാധനം വാങ്ങണം, നിവർത്തിയില്ല എന്ന് പറഞ്ഞാൽ പോലും സാധനം വാങ്ങി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഒരു മനുഷ്യൻ പോലും ഒരു കാര്യത്തിലും വിമുഖത കാട്ടില്ല. എന്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാലും അവർക്ക് സഹായിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഉറപ്പായിട്ട് അവർ സഹായിക്കും. പാത്രവിപണിയൊക്കെ ഉണ്ട്. ഇത് ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ്. വഴിയോര കച്ചവടക്കാരാണ് തകർക്കുന്നത് കേട്ടോ. എല്ലാ സാധനവും വഴിയോര കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് മിതമായിട്ടുള്ള വിലയ്ക്ക് വാങ്ങാൻ പറ്റും. ഇത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശമാണ്. ഇവിടെയാണ് തിരക്ക്. അങ്ങോട്ട് നോക്കിയാൽ മണ്ണ് വാരിയിട്ട് താഴെ വീഴില്ല.